അടുത്ത ആരാണ് എടുക്കുന്നത്? നമ്മളൊരു ടീസർ ട്രെയിലറൊക്കെ കുറച്ച് കണ്ടപ്പോൾ നിവിനും ഞാനായിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഭയങ്കരമായിട്ട് ഫസ്റ്റ് ഹാഫ് അവരുണ്ട്, അവർ ത്രൂഔട്ടുണ്ട്. പക്ഷേ ബേസിക്കലി ഇത് മലയാളി ഫ്രം ഇന്ത്യ ആണ്. അപ്പം മലയാളിയുടെ കഥയാണ്, അതാണ് നമ്മൾ പോർട്രേ ചെയ്യുന്നത്. ബാക്കി എല്ലാ അടിപൊളിയായിട്ട് ഇനിയും തുടരട്ടെ, എന്തായാലും ഉഷാറായിട്ട് വരട്ടെ. നമ്മുടെ നാടല്ലേ കേരളം, അഭിമാനമാണ്. വരട്ടെ, ഉഷാറായിട്ട് വരട്ടെ. അതെ, അമ്മവേഷം മാത്രമല്ല വേറെ അതെ കുറെ ആൾക്കാർക്ക് അമ്മവേഷങ്ങൾ ഭയങ്കരമായിട്ട് ചേച്ചി വേറെ ചെയ്യണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ വേറെ പല ക്യാരക്ടേഴ്സും ചെയ്യണമെന്നാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്. അല്ല, ഡിജോ തന്നെ ഈ സിനിമ കഴിഞ്ഞു പറഞ്ഞു, ചേച്ചി ഇനി ഒന്ന് മാറ്റി പിടിച്ചോട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ അമ്മയായിട്ട് തന്നെ അവിടെ ഇരുന്ന് പോകുന്നു. ഞാൻ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വരുന്നൊരു 4 പടം വേറെ ക്യാരക്ടേഴ്സാണ്. ആഗ്രഹത്തിന്റെ അല്ല, അത് വരും. ഷുവറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അടിപൊളിയാ, നന്നായിട്ടുണ്ട്, നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ്ഡ് ആണ്. ഒരു ഫാമിലി ഫീലിങ്സ് ഉണ്ട്, നല്ല എന്റർടൈനിങ് ആണ്, കോമഡീസ് നല്ലവരുണ്ട്, എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആണ്. അടിപൊളിയാ. അത് വേണം. അതിന്റെ ഫോട്ടോഗ്രാഫി ഇതൊക്കെ ഭയങ്കര പ്രത്യേകതയുണ്ട്. അപ്പൊ അത് നമ്മൾ തിയേറ്ററിൽ വന്നാലേ അത് ശരിക്ക് കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും വരുന്നില്ല. ആളുടെ പോർഷൻ ആൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്നത് നിവിൻ പോളിക്കും ധ്യാനിനൊക്കെ ആണല്ലോ. അപ്പം ഓരോ സ്റ്റോറി ഓരോ ടൈപ്പ് അല്ലേ. മാഡം നല്ല സൂപ്പറായി പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചോട്ടെ. പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. പൊളിന്നല്ല, അടിപൊളി, സൂപ്പർ, നന്നായിട്ടുണ്ട്. അതൊക്കെ ഓരോ സ്റ്റോറി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അതൊക്കെ നമ്മുടെ എക്സ്പെക്ടേഷൻ ഉള്ളൂ. നമുക്ക് എവിടെ ചെന്ന് അന്തസ്സോടെ പറയാം മലയാളിയാണത്, അത് തെളിയിച്ചിരിക്കേണ്ട സിനിമ. അതുപോലെ ജനഗണമനയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് ഈ സിനിമ ഒരു വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ്. അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് ഈ സിനിമ കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്ക് കുറെ രാഷ്ട്രീയക്കാരെ അവരുടെ കാര്യങ്ങൾ തുറന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ഈ സംവിധായകൻ, ഒരു പേടിയില്ലാതെ. അതുകൊണ്ട് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കുക, ഈ സിനിമയിലൂടെ ഒരുപാട് സന്ദേശമുണ്ട്. നല്ലൊരു മൂവിയാണ്. സരികുമാരേട്ടൻ ഈ സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. അടിപൊളി പടം. നിവിൻ പോളിക്ക് സിനിമയിൽ കൊണ്ടുവരാണ്. എവിടെ നമുക്ക് പറയാം മലയാളിയാണത്, അഭിമാനത്തോടെ പറയാം. നല്ലൊരു മൂവി, നമ്മൾ മലയാളിയാണ്. മലയാളി ഫ്രം ഇന്ത്യ പടം എന്തുകൊണ്ട് ഒരു തിയേറ്റർ വാച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ കോമഡി എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ഹാഫ്. അത് ഈ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗ്രാമങ്ങളിൽ, അതായത് ഒരു പണിയും കൂടില്ലാണ്ട് പാർട്ടീനെ പിറകിൽ കയറുള്ള അങ്ങനത്തെ 2 ചെറുപ്പക്കാര്. പക്ഷെ ഒറ്റ പാർട്ടി മാത്രമല്ല, ഇതിൽ 3 പാർട്ടീനെയും അങ്ങനെ ചെറിയ രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര വൾഗറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ പടത്തിന്റെ കഥയെ മാറുന്നു. അതായത് ഇപ്പൊ എന്താ പറയാ, ഒരു ആടുജീവിതം ആ ഒരു ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആടുജീവിതം പോലെ ഒരു സീരിയസ് കഥയല്ല. അതെ, പക്ഷെ ആടുജീവിതം പോലെ ഒരു സീരിയസ് കഥയല്ല. ഇത് കോമഡി. അതായത് ശരിക്കും എങ്ങനെ അത് എൻജോയ് ചെയ്യാവുന്ന ഒരു ജോലി പോലെ എനിക്ക് തോന്നി. ആടുജീവിതത്തിന്റെ ഓപ്പോസിറ്റ് എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ പടം. എനിക്ക് അതെ, അത് ഫസ്റ്റ് ഹാഫിലാണ് മെയിൻ ആയിട്ടും അവരുടെ കോമ്പിനേഷൻ ഒക്കെ വന്നത്. അതൊക്കെ കോമഡി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് വന്നപ്പോ നിവിൻ പോളിയുടെ ഗംഭീര പ്രകടനം. അതിൽ നിന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിൽ ഒരു മോട്ടിവേഷൻ, അങ്ങനെ ഒരു ഇൻസ്പിറേഷനൊക്കെ നൽകുന്ന രീതിയിൽ അഗ്നിച്ചിറകൾ എന്ന് പറഞ്ഞ ബുക്കൊക്കെ കൊണ്ടുവന്നത്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ സച്ചിന്റെ ഒക്കെ ഫോട്ടോ, അതൊക്കെ നമുക്ക് ഒരു കുളിര് പോലെ തോന്നിയായിരുന്നു. എന്തായാലും രസമാണ് അത്. അതെ, ഇതൊക്കെ അതായത് എനിക്ക് മെയിനായിട്ടും കെച്ച് ചെയ്ത് പാകിസ്ഥാനിലെ സച്ചിനെ ആരാധിക്കുന്ന പറഞ്ഞ് ഒരു ഫോട്ടോ വെച്ചിട്ടൊക്കെ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു രോമാഞ്ചം കയറി. അതൊക്കെ സീറ്റിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അനശ്വരയ്ക്ക് അധികം റോള് ഇല്ലാത്ത പോലെ, അതായത് ചെറിയൊരു അധികം റോളില്ല, 1-2 ഡയലോഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ മെയിനായിട്ട് ഇതിൽ ടിവി പോലെ തന്നെ മിന്നിച്ച് നിൽക്കുന്നു. ധ്യാന പ്രതീക്ഷിച്ചു, പക്ഷെ ധ്യാന്റെ മാത്രമായിട്ട് ഒഴിവാക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ അതിനുള്ള റീസണൊക്കെ അതിലുണ്ട്. പക്ഷെ കുഴപ്പമില്ല. എന്തായാലും ക്ലൈമാക്സ് വരെ സെക്കൻഡ് ഹാഫ് ഫുള്ളും കൊണ്ടുവരുന്നത് നിവിൻ പോളിയാണ്.
ഇല്ല, അങ്ങനെ കൊട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ചെറിയ രീതിയിൽ ഇപ്പൊ പാട്ടിനയിൽ എന്തായാലും അത് ചെറിയ രീതിയിൽ പോകണുള്ളൂ. പക്ഷെ അത് ഞാൻ പറയില്ല, വൾഗറായിട്ട് ഒന്നും അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഫൈനൽ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റി. അതെന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞ പോലെ ഇത്രയും ദൂരം കുറേ യാത്ര, ആൽപ്പറമ്പിൽ ഗോപിയുടെ യാത്ര, അത് നന്നായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഹാപ്പി ഇത് കേട്ടല്ലേ. താങ്ക് യു സോ മച്ച്. ചേട്ടൻ ഒരു കാര്യം പറഞ്ഞ തല കുടിക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു. നല്ല പടമായിരുന്നു. ഒരുപാട് കണക്ട് ആയത് എല്ലാ എലമെന്റ്സും ഉണ്ട്. തന്നെയാണ് ഏറ്റവും കൂടുതൽ കണക്ട് ആയ കാര്യം. രാഷ്ട്രീയമൊക്കെയാണല്ലോ പറഞ്ഞത്. അയ്യോ, നമുക്ക് അതിലെ കമന്റ്സ് ഒന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാ എലമെന്റ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. ധ്യാനമായിട്ടുള്ള ഒരു കോംബോ എങ്ങനെ വർക്കൗട്ടായിരുന്നു? നന്നായിട്ട് തോന്നി. എല്ലാം നല്ലതായിട്ട് തോന്നി. അനശ്വരയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? നല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ചുകൂടി നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് ലൈക്ക് ഗേൾ നെക്സ്റ്റ് ഡോർ ഫീൽ കിട്ടുന്നുണ്ട്. ആളും സൂപ്പർ ആയിരുന്നു. പടം നല്ല പടം, നല്ല തീമാണ് സംഭവം. കുറേ കാലത്തിന് ശേഷം നിവിൻ പോളി വീണ്ടും തിരിച്ചു വന്നു പറയാൻ പറ്റുന്നൊരു നല്ല പടം. പിന്നെ രാഷ്ട്രീയപരമായിട്ടും കോമഡി എല്ലാം മിക്സഡായിട്ട് സാധനം, ഒരു അവിയൽ സാധനം നന്നായി ചെയ്യുന്നുണ്ട്. പടം നന്നായി എഴുതുന്നുണ്ട്. സെൻറ്റിമെൻറ്റ്സ് നല്ലോണം ഉണ്ട്. നല്ല മൂവി, ഹിറ്റാവുന്നൊരു മൂവിയാണ്. പുള്ളിയുടെ രാഷ്ട്രീയം പറഞ്ഞു പോകുന്നത് എല്ലാ പടത്തിലും ഡയറക്ടറുടെ രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന ഒരു സിനിമ തന്നെയാണിത്. അതിനേക്കാളും വളരെ വേറെ രീതി പുള്ളി കുറച്ച് കോമഡി ട്രെൻഡ് ഇതിനകത്ത് കൂട്ടി. ലാസ്റ്റ് കുറച്ചുകൂടി സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ ഇത് സീരിയസ്നെസ് ഉണ്ട് എങ്കിലും കൂടുതൽ കോമഡി മിക്സ് ചെയ്ത് നമുക്ക് അറിയിക്കുന്ന രീതിയിൽ സന്ദേശം സിനിമയൊക്കെ പോലെ തന്നെ കോമഡിയിലൂടെ രാഷ്ട്രീയം പറയുന്ന ഒരു ടൈപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ പടമല്ല, കുടുംബം എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സാധനം. ഞാൻ പറയില്ല, ഒരു അവിയൽ ടൈപ്പായിട്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നിവിൻ പോളി വീണ്ടും തിരിച്ചു വന്ന ഒരു നല്ല രീതിയിൽ പടം. പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസൻ്റെ എടുത്തു പറയുന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൂടെ അതിനകത്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ പല ക്യാരക്ടേഴ്സും വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അനശ്വര എങ്ങനെ ഉണ്ടായിരുന്നു? അനശ്വര കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള. അനശ്വരയ്ക്ക് അത്ര വലിയ റോളായി തോന്നിയില്ല എങ്കിൽ കൂടി മെയിൻ സബ്ജക്റ്റാണ് അതിൻ്റെ പ്രധാനമായിട്ട് സക്സസ് ആയി പോയത്. സിനിമ ഒരു ഹിറ്റ് സിനിമയാണ്. ഇഷ്ടപ്പെട്ട എന്തുവാ? എന്റെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനും അഭിനയിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ലാസ്റ്റ് ഒരു വിജയത്തിന്റെ ഒരു പ്രതീകമായിട്ട് കാണിക്കുന്നത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാ സാഹോദര്യം ഒരു ജാതി ഒരു മതം എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയാണ്, ഹിറ്റാണ് സിനിമ. നിവിനേട്ടൻ പാവമാണ്, നല്ല സഹകരണമാണ്. ഷൂട്ടിംഗ് അനുഭവം നല്ല രസമായിരുന്നു. പാലക്കാട് വെച്ചായിരുന്നു, അടിപൊളി. മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എന്താ പറയുക, ഒരു നിവിൻ പോളി ശക്തമായ തിരിച്ചുവരും. പിന്നെ എല്ലാവർക്കും ഡിജോ ജോസിൻ്റെ ഒരു സംവിധാനം, അയാളുടെ ഒരു സാധാരണ ഒരു മലയാളി യുവാന്ന് തുടങ്ങിയിട്ട് വേറെ തലത്തിലേക്ക് വന്നു. ഞാൻ പറഞ്ഞത് സ്പോയിലർ ആക്കുന്നത്, എന്തായാലും എല്ലാവർക്കും കണ്ടിരിക്കുന്നത് നല്ല പടം.